ഞാൻ എൻ്റെ ചേച്ചിയെടുത്ത് പറഞ്ഞു, ഒന്ന് വീഡിയോ എടുത്ത് താ, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് എടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ നീ ഇത്തിരി വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അത് പറഞ്ഞത് ഏറ്റവും വലിയ അബദ്ധമായെന്ന് എനിക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് മനസ്സിലായത്. അപ്പം ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയാണ്. സത്യം പറഞ്ഞാൽ വീടെത്തിയപ്പം ഒരു 4-5 മണിയാണ്. അത്രയ്ക്കുള്ളൊരു ഷോപ്പിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് ഇന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞങ്ങൾ വിട്ടത് രാമേന്ദ്രയിലാണ്. കാരണം ഇപ്പോൾ ഒരു ആടി മാസമല്ലേ, അപ്പം നമുക്ക് നല്ല റേറ്റ് കുറവിന് ഡ്രസ്സൊക്കെ കിട്ടും. കഴിഞ്ഞ തവണ എനിക്ക് അങ്ങനെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ തവണ പോയത്. അപ്പം ഫ്രണ്ടിൽ ചെന്നപ്പോൾ തന്നെ ഈ ക്രോപ്പ് ടോപ്സ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. എനിക്ക് എപ്പോൾ പോയാലും ഈ ബ്ലാക്കിനോട് ഇച്ചിരി പ്രിയമുണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് അല്ല. പക്ഷേ എനിക്ക് എന്തോ ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അവസാനം ആ ഒരു റെഡ് എടുത്തു. കാരണം ആ റെഡിൻ്റെ ആ ഒരു ഡിസൈൻ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് അതെടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കിഡ്സ് സെക്ഷനിലോട്ട് പോയി വാമിക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ. പക്ഷേ ഉണ്ട്, എന്നാലും അത്ര പോരാ, കളർ ഫെയ്ഡൊക്കെ വന്നതാണ്. പിന്നെ നമ്മളത് നോക്കിയില്ല. എൻ്റെ ഡ്രസ്സിന് പേ ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി. കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഈസ്റ്റ് ഫോർട്ട് രാമേന്ദ്രയിലോട്ട് പോകണം. അവിടെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ നമ്മൾ ഇറങ്ങിയ സമയം എപ്പോഴും ഒരു വെയിൽ സമയത്തല്ലേ ഞങ്ങൾ ഇറങ്ങാറുള്ളൂ. അതുകൊണ്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ സൺസ്ക്രീമോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ വെയിലൊക്കെ കൊള്ളാൻ വയ്യ. അതുകൊണ്ടൊന്നും അല്ല, ഈ സൺസ്ക്രീമൊക്കെ ഞാൻ ഇടുന്നത് എൻ്റെ മോക്കുരു മാറാനാണ് ആക്ച്വലി. അങ്ങനെ ഞങ്ങൾ രാമേന്ദ്രയുടെ അവിടെ എത്തി. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പോയെന്ന് വെച്ചാൽ മറ്റേ മഹാബോളിയിലാണ്. ഒരു പായസവും ഒരു ബോളിയും മേടിക്കണമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അത് മേടിച്ചു. ഇത് പുതിയ ഷോറൂമാണെന്ന് തോന്നുന്നു അതിൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ രാമേന്ദ്രയിലും കയറി. അതിലെ വീഡിയോസ് ഞാൻ എടുത്തില്ല, ഫുൾ രാമേന്ദ്ര ആവുമെന്ന് വിചാരിച്ച് എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് എന്തോ മെഡിസിൻസും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് ഉണ്ടല്ലോ, നല്ല രസമുണ്ട്, ആ വെയിലും മഴയും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോലീസ് ക്യാമ്പിലോട്ട് പോയി. നമുക്ക് അവിടെ പോയിട്ടാണ് വീട്ടിലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ അല്ലാത്ത സൂപ്പർ മാർക്കറ്റിൽ മേടിക്കണേം കാട്ടി ഇവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റേറ്റ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ രണ്ടും കൂടെ നോക്കിയപ്പോൾ നല്ല റേറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പം അവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ കുക്കറിന് പിന്നെ ഈ ഫ്രൈങ് പാനിനൊക്കെ നല്ല രീതിയിൽ റേറ്റ് കുറവാണ്. നമ്മൾ നോർമൽ വാങ്ങുന്നതിനെക്കാട്ടിയും ഒരു 2000-3000 ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ചേച്ചിക്ക് ഏതെടുക്കണം എന്നുള്ളൊരു തത്രപ്പാടിൽ അവൾ നടക്കണം. ഞാൻ പിന്നെ ക്യാമറാമാനും പിന്നെ ഈ സാധനങ്ങളൊക്കെ ചുമട്ട് തൊഴിലാളിയുമാണ്. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബിൽ പേ ചെയ്യായിരുന്നു. അപ്പോൾ ചേച്ചി എന്തൊക്കെയോ കണക്കുകൾ അവിടെ ഇരുന്നുകൊണ്ട് പറയണം, എന്തൊക്കെയോ സാധനങ്ങൾ വിട്ടുപോയി എന്നൊക്കെ. പിന്നെ അവിടെ ഉണ്ടല്ലോ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്. അതിനൊക്കെ നല്ല റേറ്റ് കുറവാണേ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കോളേജിലോട്ട് പോയി. കോളേജിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴാണ് അബദ്ധം പറ്റിപ്പോയത്. എപ്പോഴുള്ള അബദ്ധം തന്നെയാണ്. എൻ്റെ വണ്ടി വീണ്ടും പണിയായി ഗായ്സ്. എന്താണെന്നറിയില്ല, അതിനിപ്പം വല്ലാത്ത പ്രശ്നമാണ്. ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകും, പിന്നെ പണിയാവും, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞാൽ എടുക്കുക, ആ അവസ്ഥയിലോട്ടായി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി. നല്ല ലേറ്റായി, ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ ഒരു കടയിൽ കയറിയിട്ട് ഒരു ഷേക്കും ഒരു ഷവർമയും വാങ്ങിച്ചു. പിന്നെ ലൈം എന്തോ മേടിച്ചു. ഷേക്ക് ബൂസ്റ്റിൻ്റെയാണ്, എപ്പോഴും അത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പം നല്ല ഇതായിരുന്നു. പിന്നെ ലൈമും കൂടി കണ്ടാലേ അറിയാമല്ലോ, നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം രാവിലെ ഇറങ്ങിയില്ലേ, നമ്മൾ 3-3:30 കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള വിശപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. ചേച്ചി വന്നിട്ട് വെജ് സാൻഡ്വിച്ചോ അവളുടെ ഫേവറേറ്റ് ഇപ്പോൾ വെജ് സാൻഡ്വിച്ചിലോട്ടായി. എൻ്റെത് ഷവായി ഇട്ടാണെങ്കിൽ അവൾക്ക് അതിലോട്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്നപ്പോൾ ഒരു പാഴ്സലും എന്നെക്കാത്ത അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെന്നൊക്കെ ടാറ്റാ ബൈ ബൈ.